ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവ് എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു ഡെഫിനിഷൻ. സർഫേസസ് വിത്ത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിൻറ്റ്സ് ആർ കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്. ഓക്കെ, ഈ ഡെഫിനിഷൻ നന്നായി പഠിക്കുക. അതായത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിൻറ്റ്സ്, എല്ലാ പോയിൻറ്റിലും ഒരേ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസുകളെ വിളിക്കുന്ന പേരാണത് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടികൾ എഴുതുക. പരീക്ഷയ്ക്ക് ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് 3 പ്രോപ്പർട്ടികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഈസ് 0. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ നിങ്ങളൊരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് 0 ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് തന്നെ അത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സർഫസുമായി 90 ഡിഗ്രി ആംഗിളിലായിരിക്കും അത് പോകുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ പരസ്പരം എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രോസ് അല്ലെങ്കിൽ ടച്ച് ഈച്ച് അതർ എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ പോയിൻ്റ്, ഇതിന് സമാനമായൊരു പോയിൻ്റ് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ കേസിലായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. അതുപോലെ തന്നെയാണിത്, 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. ഈ 3 പോയിൻറ്റും ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് സിംഗിൾ ചാർജ്. ഒരു സിംഗിൾ ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, വരയ്ക്കാം. അത് നമ്മൾ സെൻട്രലായിട്ടൊരു പോസിറ്റീവ് ചാർജ്, സിംഗിൾ പോസിറ്റീവ് ചാർജ് പരിഗണിക്കുന്നു. ഇനി അതിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ വരച്ചാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. സർക്കിളുകളാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ സർക്കിളുകളാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഈ സംഭവം സർക്കിളല്ല, അത് പറയാം. ശരിക്കും ഇവയെ 3D ആയിട്ട് കാണണം. ഇത് സ്പിയറാണ്. വരയ്ക്കുമ്പോൾ നമുക്ക് സർക്കിളായിട്ടല്ലേ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ സ്പിയറാണ്. ഈ സ്പിയറുകളുടെ എല്ലാം പ്രത്യേകത, ഇവയുടെ എല്ലാം സെൻറ്റർ കോമൺ ആണ്, ഒരേ സെൻറ്ററിലാണ്. ആ സെൻറ്ററിലാണ് ആയിരിക്കുന്നത്? നമ്മുടെ സിംഗിൾ ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്പിയറുകളെല്ലാം നമ്മൾ വിളിക്കുക കോൺസെൻട്രിക് സ്പിയേഴ്സ് എന്നാണ്. കോൺസെൻട്രിക് സ്പിയേഴ്സ് അഥവാ ഒരേ സെൻറ്ററുള്ള സ്പിയറുകൾ. അപ്പോൾ നമ്മളൊരു സിംഗിൾ ചാർജ് കാരണം അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ചാർജ് കാരണം, അങ്ങനെയും പറയാം കേട്ടോ. ഒന്നെങ്കിൽ സിംഗിൾ ചാർജ് കാരണം അല്ലെങ്കിൽ പോയിൻ്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ കോൺസെൻട്രിക് സ്പിയറുകളാണ് വരയ്ക്കേണ്ടത്. ഈ ഫിഗർ വരയ്ക്കുക. തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ ഗീവ് എക്സാമ്പിൾ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഫിഗർ വരച്ചാൽ മതിയാകും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വീഡിയോ പോസ് ചെയ്ത് ഓരോ സമയത്തും വേണ്ട നോട്ട് എഴുതിയിടണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കണം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ നമുക്കറിയാം അത് പാരലൽ ലൈൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് ആദ്യം വരയ്ക്കുകയാണ്. സ്കെയിലൊന്നും വേണമെന്നില്ല, ഞാനൊരു എളുപ്പത്തിന് സ്കെയിലിൻ്റെ സഹായം തേടിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പാരലൽ ഫീൽഡ് ലൈൻസാണ്. ഇനി ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് വരച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവയെല്ലാം പാരലായിട്ട് പോകുന്ന പ്ലെയിനുകളാണ്. ഓക്കെ, പ്ലെയിനുകൾ, പേപ്പർ പോലെ പ്ലെയിനുകളാണ്. അപ്പോൾ ഇവിടെ എഴുതണം പാരലൽ
പ്ലെയിൻസ്. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലെയിൻസ് ആണ്. നമ്മൾ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഫിഗറുകൾ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഫിഗർ വരയ്ക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ഡ്രോ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അടുത്തത് ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി, ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുന്നു. അതിന് നമുക്ക് 2 ചാർജുകൾ വേണം. ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. 2 ചാർജുകൾ പരിഗണിച്ചു. ഇനി ഇവയുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സർഫസ് വരച്ചാൽ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ വരയ്ക്കുക. ഇവ കൃത്യമായ സർക്കിളുകളല്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല ഇവർ പരസ്പരം കൂട്ടിമുട്ടിയിട്ടില്ല എന്നും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, 2 സൈഡിലേക്ക് ഒരു കണ്ണാടിയുടെയൊക്കെ രൂപത്തിൽ വരുന്ന പോലെ, സ്പെക്സിൻ്റെയൊക്കെ രൂപം വരുന്ന പോലെയുള്ളൊരു ഫിഗറാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് 2 ഈക്വൽ പോസിറ്റീവ് ചാർജസ്. 2 ഈക്വൽ പോസിറ്റീവ് ചാർജ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം കേട്ടോ. അപ്പോൾ 2 ഈക്വൽ നെഗറ്റീവ് ചാർജസ്, ഇങ്ങനെയും ഈ ചോദ്യം വരാം. 2 പോസിറ്റീവ് ചാർജ് വന്നാലും 2 നെഗറ്റീവ് ചാർജ് വന്നാലും ഫിഗർ ഒന്ന് തന്നെയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഫിഗർ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് 2 പോസിറ്റീവ് ചാർജുകളാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 പോസിറ്റീവ് ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫിഗർ ശ്രദ്ധിച്ചോളുക. ഇവിടെയും സർക്കിളല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ മുന്നോട്ട് അടുത്ത് വരുന്ന പോലെയാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഏറെക്കുറെ ഇങ്ങനെയുള്ളൊരു ഫിഗറാണ് വരുന്നത്. ഈ മുമ്പത്തെ ഫിഗറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുമ്പത്തെ ഫിഗർ അല്പം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അകന്നു പോകുന്ന പോലെ, പുറത്തേക്ക് വലിഞ്ഞ് നിൽക്കുന്ന കോൺസെൻട്രിക് 3D ഇമേജുകളാണെങ്കിൽ, സ്ഫിയർ എന്ന് വിളിക്കാൻ കഴിയില്ല, 3D ഇമേജുകളാണെങ്കിൽ ഇവിടെ ഏറെക്കുറെ പരസ്പരം അടുത്ത് വരുന്നത് പോലെ തോന്നുന്നൊരു 3D ഇമേജാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ സ്ക്രീനിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് എനിക്ക് അത്ര കൃത്യമായി വരയ്ക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾ ഇൻ കേസ് ഈ ഫിഗർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, കൃത്യമായ ഫിഗർ ഗൂഗിളിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, എക്സ്പ്രഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യമൊന്നുമല്ല, ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും 1 മാർക്കിൻ്റെ വാല്യൂവിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഇക്വേഷൻ എഴുതുക. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, സിമ്പിളായിട്ടുള്ള റിലേഷനാണ്. ഇക്വേഷൻ ഇതാണ്, വെക്ടർ E is equal to minus dV by dr. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേറ്റീവാണ്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, ടൈമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാനും പറ്റും. അതിങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. സ്റ്റേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വാചകം എഴുതാം. അല്ലെങ്കിൽ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്, E is equal to minus dV by dr എന്നുള്ള ഇക്വേഷൻ എഴുതാം. ഇതിൽ കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പഠിക്കുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വരുന്ന സേ എക്സാമിന് എന്തായാലും നമുക്ക് ഫിസിക്സിന് ജയിച്ചേ മതിയാകൂ. നന്നായി പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.